നമ്മളൊരു വീഡിയോ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കിൻ ടോൺ. എന്തുകൊണ്ടാണ്? നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ ടോൺ ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ആ വീഡിയോയിൽ ആദ്യം നിങ്ങളുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് സ്കിൻ ടോൺ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ നമ്മുടെ കളർ സ്ലൈസ് എടുത്തിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ആദ്യം ഒന്ന് ഇതിൻ്റെ സ്കിൻ ടോൺ ഒന്ന് മാറ്റാൻ പോവുകയാണേ. സ്കിൻ ടോൺ ശകലം ഒന്ന് ഇൻക്രീസ് ചെയ്ത് ഓക്കെ, ഒരു ഓറഞ്ച് ആക്കി. ഇനി നിങ്ങൾ ഈ വീഡിയോ നോക്കിയേ. ഈ വീഡിയോയിൽ ഞാൻ ആ കളർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് കൂടിയത്? ആ ഹെയറിൽ വ്യത്യാസം വന്നു, ലിപ്പിൽ വ്യത്യാസം വന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നത് എന്താ? സ്കിൻ ടോൺ വൃത്തികേടായി അല്ലേ? സ്കിൻ ടോൺ അല്ലേ നിങ്ങൾ നോക്കിയോളൂ. ഞാനത് റീസെറ്റ് ചെയ്യുകയാണേ. മനസ്സിലായോ നിങ്ങൾക്ക്? സ്കിൻ ടോണിൽ വന്ന ചേഞ്ചാണ് നിങ്ങൾ നോട്ടീസ് ചെയ്തത്, അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയോ, ഹെയറിൻ്റെ കളറാണോ, ലിപ്പിൻ്റെ കളറാണോ, ഇതല്ല നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് സ്കിൻ ടോൺ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ നശിപ്പിച്ചിട്ട് ബാക്കി എന്ത് കളർ ഗ്രേഡ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്കിൻ ടോൺ എങ്ങനെ ഡാവിഞ്ചി റിസോൾവിൽ കറക്റ്റായിട്ട് ടോൺ ചെയ്യാമെന്നും അതുപോലെ തന്നെ വെക്ടർ സ്കോപ്പ് എങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. ഈ ഒരു ഫുട്ടേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വാം കൂടുതലാണ് എന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ സിമ്പിളായിട്ട് ടെമ്പറേച്ചറും കട്ട് ചെയ്യാം അല്ലേ? പക്ഷേ നമുക്ക് ചില വീഡിയോസ് കാണുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണോ അതോ ടെമ്പറേച്ചർ കറക്റ്റാണോ, നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ടിൻറ്റ് കൂടുതലാണോ അതോ കുറവാണോ, ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ സംശയങ്ങൾ വരാം അല്ലേ? അങ്ങനെ ഒരു വീഡിയോയ്ക്ക് സംശയം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സിമ്പിൾ ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്കോപ്പിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ പരേഡ് എന്നും പറഞ്ഞിട്ട് സ്കോപ്പ് കാണും, അതെടുക്കുക. ഈ പരേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് RGB കളറുണ്ട്, നമ്മുടെ റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പം നിങ്ങൾ ഇത് പക്ക ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പക്ക ആക്യുറേറ്റ് അല്ല, പക്ഷേ ഒരുവിധം നിങ്ങളെ നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കിടക്കുവാണ്. അതായത് ബ്ലൂ ഏറ്റവും താഴെയാണ്, ഗ്രീൻ കുറച്ചുകൂടെ മുകളിലാണ്, റെഡ് ആണ് ഏറ്റവും മുകളിൽ. അപ്പോൾ ഈ ഒരു സ്കോപ്പിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഞാൻ കുറച്ച് ഈ സ്കോപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ കാണാൻ പറ്റും. അതിനായിട്ട് ഇവിടെ എക്സ്പാൻഡ് എന്നും പറഞ്ഞ് ഈ ഒരു സൈഡിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കോപ്പ് അങ്ങ് വലുതാവും. ഓക്കെ, ഇങ്ങോട്ട് വയ്ക്കാം നമുക്ക്. നോക്കിയേ, ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ റെഡ് നല്ല ഹൈയിൽ നിൽക്കുകയാണ്, ഗ്രീനും കയറി നിൽപ്പുണ്ട്, ബ്ലൂ മാത്രം കുറവാണ്. അപ്പം നമ്മൾ ഉറപ്പിക്കുക എന്താണ്, റെഡും ഗ്രീനുമാണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീഡിയോ വാം ടോണിൽ കിടക്കുവാണ്, നല്ല വാമായിട്ട് നിൽക്കുവാണ്, കൂളല്ല, കൂളായിട്ടുള്ളൊരു വീഡിയോ അല്ല. ഓക്കെ, കൂൾ വീഡിയോ ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു നീലയായിരിക്കും ഹൈയിൽ നിൽക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിനി ഇവിടെ ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാം ടോൺ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചറാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ ഗ്രീനാണ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഏതിൽ അഡ്ജസ്റ്റ് ചെയ്യും? ടിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാ ഇവിടെ കിടന്ന ടിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുമ്പോൾ റെഡാണ് നല്ല കയറി നിൽക്കുന്നത്. വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വാം ടോണിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കട്ട് ചെയ്യുക. ആദ്യം ടെമ്പറേച്ചർ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്കോപ്പിലൂടെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നോക്കിക്കോ, ഞാൻ ടെമ്പറേച്ചർ കുറേശ്ശെ കട്ട് ചെയ്യുകയാണേ. അപ്പോൾ ആ ബ്ലൂ കയറി വരുന്നു, അതിനോടൊപ്പം തന്നെ റെഡ് താന്ന് പോകുന്നുണ്ടോ? ഇത് രണ്ടും പാരലായി എന്ന് തോന്നുമ്പോൾ ഒരുപാട് പാരലാക്കരുത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരുപാട് പാരലാക്കുമ്പോൾ വീഡിയോ പിന്നെ ഭയങ്കര കൂളാവുന്നതായിട്ടൊരു തോന്നൽ വരും. അത്രയും ആക്കണ്ട. നമ്മളൊരു മീഡിയം ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത നോക്കുക, കുറച്ച് ഗ്രീനിഷ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? കുറച്ച് ഗ്രീനിഷ് ആയിട്ട്. നേരത്തെ ഗ്രീൻ ഒത്തി കയറി നിൽക്കുമല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് ഗ്രീൻ കുറച്ചൊന്ന് ടിൻറ്റിൽ ശക്കലൊന്ന് ഗ്രീൻ കട്ട് ചെയ്യാം. ഗ്രീൻ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? മജന്തയുടെ സൈഡിലോട്ട് പിടിക്കണം. ഇങ്ങനെ വലതോട്ട് പതുക്കെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ റെഡ് പൊങ്ങി വരുന്ന കാണാം. അത് അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടെമ്പറേച്ചർ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റെഡ് താന്ന് വരും. രണ്ടും ആ ഗ്രീനിൻ്റെ ഈക്വലായിട്ട് വന്ന് നിൽക്കുന്ന കാണാം. ഓക്കെ, ഫൈൻ. ഞാൻ ഏകദേശം കൊണ്ട് നിർത്തി കേട്ടോ. അപ്പോൾ ഇതൊരു ഏകദേശം റെഫറൻസ് ആയിട്ട് എടുത്താൽ മതി. അല്ല നമ്മളുടെ വീഡിയോയിൽ ന്യൂട്രൽ കളർ ഏതെങ്കിലും, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റോ അല്ലെങ്കിൽ ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു വൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫയർ ഒക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. ഇത് ഏകദേശം ഒരു റെഫറൻസ് ആയിട്ട് ഈ ഒരു ഈ മൂന്ന് കളറും എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഏകദേശം ഒരു സ്റ്റാൻഡിൽ കൊണ്ടുവന്നാൽ മതി. ഇനി വേണമെങ്കിൽ ഗ്രീൻ കുറച്ച് കുറവായിട്ട് തോന്നണമെങ്കിൽ നമുക്ക് ഈ
ടിൻ്റ് ഉണ്ടല്ലോ, ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഗ്രീൻ ശകലം ഒന്ന് കയറി വരും. അത് നമ്മൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴേ ഈ ഫേസിൽ കണ്ടോ ഗ്രീൻ കുറച്ച് കയറി വരുന്നതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ കണ്ണുകൊണ്ടും ഇതിൽ നോക്കേണ്ട ഒരു സംഭവമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ന്യൂട്രൽ കളറുകൾ ക്വാളിഫയർ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടൊക്കെ ചെയ്യണം. അത് നമുക്ക് പിന്നൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ഒരു വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയാൽ എന്താ, ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്, വൈറ്റ് ബാലൻസ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു സ്കോപ്പ് ഇവിടെ ഇൻറ്റു കൊടുക്കുകയാണ്. തിരിച്ചവിടെ പോയിരുന്നോളും. ഓക്കെ, വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. Alt S പ്രസ് ചെയ്യുമ്പോൾ ഒരു നോഡ് കൂടി വരും. ഈ നോഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ലൈറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. മനസ്സിലായോ? ലൈറ്റ് കറക്റ്റ് ആണോ? ഇതിൽ ലൈറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ശകലം ഒന്നൊരു ഹൈലൈറ്റ് കട്ട് ചെയ്യാം. അത് ഇവിടെ വേണമെങ്കിൽ ഹൈലൈറ്റ് താഴെ തന്നെ ഉണ്ട്. ഇവിടെ ശകലം ഒന്ന് ഒരു ഹൈലൈറ്റ് ശകലം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, ഒരു പൊടിക്ക്. ഓക്കെ, ഒരു 55% ഞാൻ താഴോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, യെസ്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ബാലൻസ് കട്ട് ചെയ്തത് കാണണ്ടേ, ഇത് ഇങ്ങനെയാണ് ഇരുന്നത്. നമ്മൾ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ആയി. ഓക്കെ ഫൈൻ, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ അടുത്ത എന്താ പരിപാടി എന്നറിയോ, ഒരു നോഡ് കൂടി എടുക്കുക. Alt S പ്രസ് ചെയ്ത് ഒരു നോഡ് കൂടി എടുത്തു. ഇനി നമ്മൾ ഇതിലാണ് നമ്മുടെ സ്കിൻ ടോൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ടോണൊക്കെ ഏകദേശം ഓക്കെയാണ്, വലിയ വൃത്തികേടൊന്നുമില്ല, കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഇപ്പോഴും പക്ക ആക്യുറേറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഞാനിവിടെ കാണിച്ചു തരാം. അതിനാണ് നമ്മൾ വെക്റ്റർ സ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഒരു നോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഇവിടെ പരയുടെ അടുത്തില്ലേ, നമ്മൾ ആ ഒരു താഴെ സെക്ഷനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വെക്റ്റർ സ്കോപ്പ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എക്സ്പാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുതായിട്ട് വരും. കണ്ടോ? ഇനി നമുക്ക് നോഡ് കാണണ്ട, അതും മറിഞ്ഞ് കിടന്നോട്ടെ. ഓക്കെ, ഈ വെക്റ്റർ സ്കോപ്പിൽ ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈൻ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ സെറ്റിങ്സ് ഉണ്ടാവും, മോർ സെറ്റിങ്സ് ഉണ്ടാവും. അതെടുത്തിട്ട് ഇവിടെ താഴെ വരുമ്പോൾ ഷോ സ്കിൻ ടോൺ ഇൻഡിക്കേറ്റർ എന്ന് കാണാം. അത് എനേബിൾ ചെയ്യുമ്പോൾ ആ ലൈൻ അവിടെ വരും. ഓക്കെ, അത് തന്നെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? സ്കിൻ ടോണിൻ്റെ ഇൻഡിക്കേറ്റർ ആണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂം ചെയ്ത് കാണാനായിട്ട് ഈ ഒരു കളർ നമുക്ക് സൂം ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണിത്. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് ഓപ്ഷനും അത് എനേബിൾ ചെയ്തിടുക. പിന്നെ ഈ വെക്റ്റർ സ്കോപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുമാണ്. ഏതാണ്ട് കണ്ടോ, ലൈറ്റ് എത്രമാത്രം നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഒരു 50% ഇട്ടാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കൂട്ടി ഇടുന്നത് കേട്ടോ. നിങ്ങൾ ഇത്രയും ഇടണ്ട, ഇങ്ങനെ ഈ ഒരു റേഞ്ചിന് ഇട്ടിരുന്നാലും മതി. ഇനി ഈ ഒരു ഇതിൻ്റെ ലെവൽ കണ്ടോ, ഈ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലിയർ ആയിട്ട് കാണാനാണ് ഈ ഒരു ഓപ്ഷൻ. അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. ഞാനിത് ഫുള്ള് വീഡിയോയ്ക്ക് വേണ്ടി കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതവിടെ പോട്ടെ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ, റെഡ്, മജന്ത, ബ്ലൂ ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. കളറുകളെല്ലാം ഇവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ഉണ്ടാവും, സൈൻ ഉണ്ടാവും, അങ്ങനെ ഓരോ കളറുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുകമയം കണക്കൊരു സംഭവം കിടക്കുന്നുണ്ടോ, ഈ പുകമയം കിടക്കുന്നതിൽ ഈ റെഡിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് പുക കിടക്കുന്നുണ്ടോ, അത് ഈ ലിപ്പിൽ റെഡ് ഉള്ളതാണ് ഈ ഒരു സംഭവം ഇവിടെ കിടക്കുന്നത്. മനസ്സിലായോ? ഈ റെഡ് ഇതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പുക ഇവിടെ കാണില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലൂ കണ്ടോ, അതുകൊണ്ടാണ് ഈ ബ്ലൂവിൻ്റെ സെക്ഷനിലേക്ക് ഇങ്ങനെ ബ്ലൂ ഇവിടെ കത്തി കിടക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? ഇങ്ങനെ ഈ ഒരു ബ്ലൂ വന്ന് ഇവിടെ കിടക്കുന്നത്, അതായത് കളറും അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പുക കണ്ടോ, ഈ ഒരു പുകയാണ് നമുക്ക് സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഈ ഒരു പുക ഇപ്പോൾ ഏത് സെക്ഷനിലോട്ടാണ് കിടക്കുന്നത്, യെല്ലോയുടെ സെക്ഷനിലോട്ട്. ആ യെല്ലോയിലോട്ട് കയറി കിടക്കുകയാണ്. ഒരു ഓറഞ്ച് യെല്ലോ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലോട്ടാണ് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത്. സത്യത്തിൽ ഈ പുക എങ്ങനെ നിൽക്കണമെന്ന് അറിയാമോ? ഈ ഒരു സ്മോക്ക് എഫക്റ്റ് കണക്കത്തെ ഈ ഒരു ലൈറ്റ് നമുക്ക് ഈ ഒരു ലൈനിന് പാരലാവണം. ഈ ഒരു ലൈനിന് പാരലാണെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ, സ്കിൻ ടോൺ പക്കയാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലാക്കുക വീഡിയോയിൽ ഇതിൽ സ്കിന്നിൽ ഇപ്പോഴും കുറച്ച് വാം ടോൺ കിടപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, ഇനി നമുക്ക് ക്വാളിഫയർ എടുക്കണം. അതിനായിട്ട് ഈ ഒരു വെക്റ്റർ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്യാം, അവിടെ കിടപ്പുണ്ട്. ഇനി നമ്മളിവിടെ ക്വാളിഫയർ എടുക്കുക. അതിനുശേഷം മൗസ് പോയിന്റ് കൊണ്ടുവന്ന് ഈ സ്കിൻ ടോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ സ്കിൻ ടോൺ സെലക്റ്റായ ഏരിയ കാണണമെങ്കിൽ Shift H പ്രസ് ചെയ്താൽ മതി. Shift H പ്രസ് ചെയ്യുക. അപ്പോൾ അതേ ഇവിടെ സെലക്ട് ആയിട്ടുള്ള ഏരിയാസ് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൗസ് പോയിന്റ് ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഞെക്കി പിടിച്ച് അവിടെ അത്രയും ഇങ്ങനെ ഓട്ടിക്കുക. ഞെക്കി പിടിച്ചേക്കുക കേട്ടോ. ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ അത്രയും ഒന്ന് ഏരിയ മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ലിപ്പ് സെലക്ട് ആവുന്നത് കേട്ടോ. സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് ഉണ്ടാവും ഇവിടെ. ഇത് വന്ന് എടുത്തിട്ട് ഈ മൈനസ് എടുത്തിട്ട് ലിപ്പങ്ങ് അടിച്ച് കളയുക. എന്നിട്ട് വീണ്ടും സെലക്ഷൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മൊത്തം ഒന്ന് ഓടിച്ച് സെലക്ട് ചെയ്യാൻ നോക്കുക.
ഇപ്പോൾ ഒരുവിധം സ്കിന്നൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഈ ക്വാളിഫയറിൻ്റെ വലതുവശത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ക്ലീൻ ബ്ലാക്കും ഈ ക്ലീൻ വൈറ്റും ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആക്കാം. നമ്മൾ ഇത് രണ്ടും ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക പതുക്കെ. അതുപോലെ ക്ലീൻ വൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് പെർഫെക്റ്റ് ആവുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീനോയ്സ് എന്ന് കാണാൻ പറ്റും. അതും ഒന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കി ഇവിടെ കുറച്ച് ഷാർപ്പായിട്ട് ഇവിടെ കിടക്കുമല്ലേ, അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു എഫക്റ്റ് അവിടെ വരും. ഓക്കെ ഫൈൻ. നമ്മൾ അപ്പോൾ ഒരുവിധം സ്കിൻ ടോൺ ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഇനിയുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ള ഓരോ ഓപ്ഷൻസും നിങ്ങൾ മാനുവലി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആക്യുറേറ്റ് ഒരു സ്കിൻ സെലക്ഷൻ കിട്ടും. അതിനുശേഷം നേരെ ഈ ഒരു വെക്ടർ സ്കോപ്പിലോട്ട് വരിക. എന്നിട്ട് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ആദ്യം വയ്ക്കാം. അപ്പം നോക്കിയേ, ബാക്കിയുള്ള സെലക്ഷനൊക്കെ അങ്ങ് പോയി. അപ്പോൾ ബാക്കി കളറുകളൊന്നുമില്ല. അപ്പോൾ ഇനി വെക്ടർ സ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ലൈറ്റ് മാറി കിടക്കുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ സ്കിൻ ടോണിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പോഴും എന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ ശരിയാക്കുമ്പോൾ ഈ ഒരു പുക കിടക്കുന്ന സംഭവമല്ലേ, ഇത് ഈ ഒരു ലൈനിന് കറക്റ്റ് നടുക്കായിട്ട് വരുന്ന രീതിയിൽ ആവണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിനങ്ങോട്ട് നീക്കി വയ്ക്കുകയാണേ. നീക്കി വെച്ചിട്ട് നമുക്കിവിടെ നിന്ന് എന്തെടുക്കാം, ഹ്യൂ വേഴ്സസ് ഹ്യൂ എടുക്കാം. ഇതല്ല, ഇത് ഇവിടെ കർവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. കർവിൽ വന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ മതി, ഹ്യൂ വേഴ്സസ് ഹ്യൂ. ഇതെടുത്തും ചെയ്യാം. വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഇത് ഈ കാണുന്ന കളർ വാപ്പർ, ഇതിലും നമുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ഇതൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് മതിയാവും, സിമ്പിളായിട്ട് ഇതിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ടോണൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇങ്ങോട്ട് ഷിഫ്റ്റായി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഹ്യൂ വേഴ്സസ് ഹ്യൂ എടുത്തിട്ട് മൗസ് പോയിന്റ് കൊണ്ടുവന്ന് ഈ സ്കിൻ ടോണിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആ ഒരു സ്കിൻ ടോണിൻ്റെ കളർ ഇവിടെ പോയിന്റ് വന്നിട്ടുണ്ടാവും. ഇനി ഈ പോയിന്റിൽ കുഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോളൂ. ഇനി ഈ ലൈനിൽ നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തുവാണ് കേട്ടോ. നമ്മുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലൈനിലേക്ക് ഈ ഒരു പുകയെ ചേർത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ ആ ലൈനിൽ നോക്കിക്കോളൂ. ഞാൻ ഇതിൽ കുറേശ്ശെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നും പോയിന്റുകൾ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ 3 പോയിന്റ് അല്ല, കുറച്ച് പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് ഈ ലൈനിൽ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഓരോ പോയിന്റുകൾ അവിടെ വരും. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി ഇതേ കണ്ടോ, പയ്യെ അത് മാറി വരുന്ന കണ്ടോ. അതുപോലെ ഇങ്ങനെ മാറ്റി എടുക്കുക. കണ്ടോ, നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് നിന്നത്, അതിനെ നമ്മൾ കുറച്ച് അങ്ങോട്ട് വലിച്ച് ഈ ഒരു ലൈനിന് പാരലാക്കിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം, കുറച്ചിങ്ങോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ ഏകദേശം പാരലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ആ ഒരു ഫുൾ വീഡിയോ വരും. അതിനുശേഷം നമുക്ക് ഇത് മാത്രം ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു തരാം, നോക്കിക്കോളൂ. കണ്ടോ, ഇവിടെ ഒരു പച്ച കണക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു മഞ്ഞ പച്ച ഓറഞ്ചൊക്കെ കലർന്ന ഒരു കളർ ഉണ്ടായിരുന്നു. അതിപ്പം മൊത്തത്തിൽ പോയിട്ടുണ്ട് കണ്ടോ. ഒരു ചെറിയൊരു ചുവപ്പ് കണക്കൊരു ഫീൽ അവിടെ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, നോക്കി ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സത്യത്തിൽ ഇതാണ് സംഭവം. നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമുക്ക് അത് പക്കയായിട്ട് തോന്നി, പക്ഷേ ഇപ്പോഴാണ് ഒരുവിധം പക്കയായിട്ടുള്ള സ്കിൻ ടോൺ ആയിട്ട് ഇത് മാറിയത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ നോക്കിയേ, ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ ഇങ്ങനെ ആക്കി സ്കിൻ ടോൺ എടുത്തിട്ടുണ്ട്. ഇപ്പം പക്ക ഒരു സ്കിൻ ടോണിലോട്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്കിൻ ടോൺ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഒരു സംഭവം ഇതിനേക്കാളും, അതായത് നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ വെക്ടർ സ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് ഹ്യൂ വേഴ്സസ് ഹ്യൂ അല്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിനകത്ത് നമുക്ക് കളർ പേപ്പറിനകത്ത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു കളർ പേപ്പർ എടുത്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് സൂപ്പറായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയുള്ള വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഇനിയും ലെങ്ത് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബാക്കിയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ മെമ്പർഷിപ്പ് ബട്ടൺ താഴെ ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.